അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിട അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിട ബലിയേകിട ബലിയർപ്പകനൊപ്പം ബലിയായിട ബലവാന സ്തുതി പാടിട ബലിയർപ്പകനൊപ്പം ബലിയായിട ബലവാന സ്തുതി പാടിട അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിട അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിട ബലിയേകിട. പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. കർത്താവ് സക്രിയാസിനെയും എലിസബത്തിനെയും ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. അവരുടെ ശക്തമായുള്ള പ്രാർത്ഥനയുടെയും അതുപോലെ തന്നെ പരിത്യാഗത്തിൻ്റെയും അവരുടെ സ്തുതിസ്തോത്രങ്ങളുടെ സമർപ്പണത്തിൻ്റെയൊക്കെ ഫലമായിട്ട് ദൈവം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതിന് ദൈവത്തെ സ്തുതിക്കുകയാണ് സക്രിയാസ് എന്നുള്ള വലിയ വിശുദ്ധനായ മനുഷ്യൻ, വലിയ പിതാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഒരു കുറവും കൂടാതെ, ഒരു കുറവ് ഒന്നും വരുത്താതെ ദൈവത്തിൻ്റെ മുമ്പിൽ കൂപ്യകരങ്ങളോടുകൂടെ സക്രിയാഗീതികൾ പാടുന്നതാണ് സുവിശേഷ ഭാഗം. ദൈവത്തിന് മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ദൈവത്തിന് മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത ഒട്ടുമില്ല. കാരണം അത്രമാത്രം പാപികളായിരുന്നിട്ടും ദൈവം നമ്മളെ ഒട്ടനവധി അനുഗ്രഹങ്ങളാൽ നിറക്കുകയാണ്. അതിനെല്ലാത്തിനും നമുക്ക് നന്ദി അർപ്പിക്കുകയും കർത്താവിനോട് നന്ദിയുള്ള മക്കളായി സ്തുതികളും ആരാധനകളും അർപ്പിക്കുന്ന മക്കളായി മാറാൻ കൃപയേകണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ഈശോയോട് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ തിരിയ പരിസോറിയത്തോടും എല്ലാ മലാഖമാരോടും സഹോദരരെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കരിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു, അങ്ങ് വേഗം വരണമേ, താമസിക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ കാരണത്തിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നവർ അങ്ങേ ആഗമന സന്തോഷത്താൽ ആശ്വസിപ്പിക്കപ്പെടട്ടെ. പിതാവിനോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടില്ലേണമേ. ഒന്നാം വായന. ദാവീദിന്റെ കുടുംബവും രാജ്യത്വവും കർത്താവിന്റെ മുൻപിൽ സ്ഥിരമായിരിക്കും. ദാവീദ് രാജാവ് കൊട്ടാരത്തിൽ വസിക്കുകയും ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് കർത്താവ് അവന് സ്വസ്ഥത നൽകുകയും ചെയ്തു. അപ്പോൾ അവൻ നാഥാൻ പ്രവാചകനോട് പറഞ്ഞു, നോക്കൂ, ദേവദാരു കൊണ്ടുള്ള കൊട്ടാരത്തിൽ ഞാൻ വസിക്കും. ദൈവത്തിന്റെ പേടകമോ കൂടാരത്തിലിരിക്കുന്നു. നാഥാൻ പ്രതിവചിച്ചു, യുക്തം പോലെ ചെയ്തുകൊള്ളുക, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. എന്നാൽ ആ രാത്രി കർത്താവ് നാഥാനോട് അരുളി ചെയ്തു, എന്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുമോ? അതുകൊണ്ട് നീ ഇപ്പോൾ എന്റെ ദാസനായ ദാവീദിനോട് പറയണം, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ആട്ടിടയനായിരുന്ന നിന്നെ മേച്ചിൽ സ്ഥലത്ത് നിന്നെടുത്ത് എന്റെ ജനമായ ഇസ്രായേലിന് അധിപനായി ഞാൻ നിയമിച്ചു. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു. നിന്റെ മുൻപിൽ നിന്റെ ശത്രുക്കളെയെല്ലാം ഞാൻ നശിപ്പിച്ചു. ഭൂമിയിലുള്ള മഹാത്മാക്കളെ പോലെ നിന്നെ ഞാൻ മഹാനാക്കും. എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും. അവർ ഇനിയും സുരക്ഷിതരായി സ്വന്തം സ്ഥലത്ത് പാർക്കേണ്ടതിന് ഞാൻ അവരെ നട്ടുപിടിപ്പിക്കും. എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ നിയമിച്ചാക്കുന്നതിന് മുൻപുള്ള കാലത്തെ പോലെ ദുഷ്ടന്മാർ അവരെ ഇനി പീഡിപ്പിക്കുകയില്ല. ശത്രുക്കളിൽ നിന്ന് നിനക്കു ഞാൻ ശാന്തി നൽകും. നിന്നെ ഒരു വംശമായി വളർത്തുമെന്നും കർത്താവ് അരുളി ചെയ്യുന്നു. ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവന്റെ രാജ്യം സുസ്ഥിരമാക്കും.
ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ തെറ്റ് ചെയ്യുമ്പോൾ മാനുഷികമായ ദണ്ഡും ചമ്മട്ടിയും ഉപയോഗിച്ച് ഞാൻ അവനെ ശിക്ഷിക്കും. നിന്റെ കുടുംബവും രാജ്യത്വവും എന്റെ മുൻപിൽ സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, ഞാൻ എന്നും അങ്ങേ കാരുണ്യം പ്രകീർത്തിക്കും. കർത്താവെ, കർത്താവെ, ഞാൻ എന്നും അങ്ങേ കാരുണ്യം പ്രകീർത്തിക്കും. കർത്താവെ, ഞാൻ എന്നും അങ്ങേ കാരുണ്യം പ്രകീർത്തിക്കും. എന്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങേ വിശ്വസ്തത പ്രഘോഷിക്കും. എന്തെന്നാൽ അങ്ങേ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങേ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ്. കർത്താവെ, ഞാൻ എന്നും അങ്ങേ കാരുണ്യം പ്രകീർത്തിക്കും. എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാൻ ഒരു ഉടമ്പടി ഉണ്ടാക്കി. എന്റെ ദാസനായ ദാവീദിനോട് ഞാൻ ശപഥം ചെയ്തു. നിന്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും. നിന്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും. കർത്താവെ, ഞാൻ എന്നും അങ്ങേ കാരുണ്യം പ്രകീർത്തിക്കും. അവൻ എന്നോട് എന്റെ പിതാവും എന്റെ ദൈവവും എന്റെ രക്ഷാശിലയും അവിടെന്നാണ് എന്ന ഉച്ചത്തിൽ ഉദ്ഘോഷിക്കും. എന്റെ കരുണ എപ്പോഴും അവന്റെ മേലുണ്ടായിരിക്കും. അവനോടുള്ള എന്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. കർത്താവെ, ഞാൻ എന്നും അങ്ങേ കാരുണ്യം പ്രകീർത്തിക്കും. അല്ലേലൂയ, അല്ലേലൂയ. ഉദയരശ്മിയും നിത്യപ്രകാശത്തിന്റെ ധവളപ്രഭയും നീതി സൂര്യന്റെ ശോഭയുമാകുന്ന കർത്താവെ, ഇരുളിലും മരണനിഴലിലും ആയിരിക്കുന്നവർക്ക് വെളിച്ചം വീശിക്കൊണ്ടുവരിക. അല്ലേലൂയ. സർവശുദ്ധനായ ദൈവമേ, അവിടുത്തെ വിശുദ്ധ സുവിശേഷം യഥായോഗ്യം പ്രഘോഷിക്കുന്ന ഹൃദയത്തെയും മധുരങ്ങളെയും സംശുദ്ധമാക്കി വരണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യോഹന്നാന്റെ പിതാവായ സക്കറിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പ്രവചിച്ചു. ഇസ്രായേൽ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവിടെ തന്നെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു. തന്റെ ദാസനായ ദാവീദിന്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി. ആദ്യം മുതൽ തന്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അവിടെ നള്ളിച്ചതുപോലെ ശത്രുക്കളിൽ നിന്ന് നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നമ്മെ രക്ഷിക്കുവാനും നമ്മുടെ പിതാക്കന്മാരുടെ വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തികമാക്കാനും നമ്മുടെ പിതാവായ അബ്രാഹാത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും ശത്രുക്കളുടെ കൈകളിൽ നിന്ന് മോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകുവാനുമായിട്ടാണ് ഇത്. നീയോ കുഞ്ഞെ അത്യുന്നതപ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുമ്പേ പോകും. അത് അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാനും നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യതിരയം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മിയെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർ പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. സ്നേഹപൂർവം നൽകുന്നു നാദ സർവതും കാൽത്താരിൽ കാണിക്കയാ. സ്വീകരിക്കണമേ നൈവേദ്യമാ. അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമാ. സ്നേഹപൂർവം നൽകുന്നു നാദ സർവതും കാൽത്താരിൽ കാണിക്കയാ. സ്വീകരിക്കണമേ നൈവേദ്യമാ. അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമാ. സഹോദരങ്ങളെ, എൻ്റെ നിങ്ങളുടെയും വിലയെ
സർവ്വശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവ്, ഞങ്ങൾ അങ്ങേ അർപ്പിക്കുന്ന കാണിക്കൽ ദയാപൂർവ്വം സ്വീകരിക്കണം. അവയുടെ സ്വീകരണം വഴി പാപങ്ങളിൽ നിന്ന് ഞങ്ങൾ മോചിതരാകുകയും അങ്ങേ പുത്രന്റെ ആഗമന മഹത്വം നിർമ്മല മാനസരെ കാത്തിരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ നമ്മുടെ കർത്താവായ ദൈവത്തിന് പ്രകാശിപ്പിക്കാം. ഹിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവ്വസന്നിധിയുമായ ദൈവമേ, ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും യോഗ്യവും രക്ഷാകരമാണല്ലോ. എല്ലാ പ്രവാചകന്മാരുടെ പ്രഘോഷം അവിടുത്തെ പ്രവചിച്ചു കന്യാമാതാവാച്യമായ സ്നേഹത്തോടെ അവിടുത്തെ സമൂഹിച്ചു. യോഹന്നാൻ അവിടുത്തെ വരവനെ പാടിപ്പുകഴ്ത്തി ആഗതനായപ്പോൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയും ജാഗരൂകരും അവിടുത്തെ സ്തുതിഗതികൾ ആലപിക്കുന്നവരെ കാണാനും തന്റെ മനുഷ്യാവതാര ക്രിസ്തുനാഹ്ലാദം ഒരുങ്ങുവാനും ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചു. ലാകിയാൽ മലാഖമാരോടും പ്രധാന മലാഖമാരോടും ഭദ്രാസന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സന്നിധി എല്ലാ വൃതങ്ങളോടും അങ്ങ് പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവ്വവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകടം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റി കൊടുക്കപ്പെട്ട് സ്വമനസാര പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തു അരുളി ചെയ്തെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് വനപാത്രം എടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ടളിച്ചത് എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിന് നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ വനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒരു നിശ്ചയിച്ചേക്ക് തന്നെ പറഞ്ഞ് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ഓർക്കുക, സമാധാനങ്ങൾ ഓർക്കുക, സന്തോഷങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ വൈഷമ്യങ്ങളും രോഗങ്ങളും പീഡകളും കടങ്ങളും ബാധ്യതകളും എല്ലാം ഈശോയുടെ മക്കളും സമർപ്പിച്ചേ. കർത്താവിൻ്റെ ബലിയർപ്പണം നമുക്ക് സാന്തോം മിഷൻ എന്ന ചാനലിലൂടെ നൽകി അനുഗ്രഹിക്കുന്ന ജോഫിനെയും എബിനെയും ജിസ്റ്റിനെയും ഗ്ലെന്നെയും ക്രിസ്റ്റിയെയും ഈശോയുടെ കരങ്ങളെ കൊടുത്തു അവരുടെ എല്ലാ നിയോഗങ്ങളെയും സംരംഭങ്ങളെയും ഈശോയെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ അൽത്താറെ ശുശ്രൂഷ ചെയ്യുന്ന അലൻമോനെ അപ്പുമോനെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുക. അവരെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നന്നായിട്ട് പഠിച്ചു വരുവാനുള്ള അഭിഷേകമേകണമേ എന്ന് അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അങ്ങേൽ കർത്താവയോടത്ത് മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമ്പി നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർന്നെന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ്റെ പരീക്ഷയുടെ പാനപാത്രം ഞാൻ അങ്ങേക്ക് അർപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ എത്തത്തിലും അങ്ങ് ചേർന്ന് ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചെറുക്കണമേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകം വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങൾ ഫ്രാൻസിസ് പാപ്പായോട് ഞങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന ജെയിംസ് പിതാവിനോടും വൈദികണത്തോടും ഒന്ന് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അമ്മത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്നുള്ള പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവ് സനികാമരത്തോടും ആ കനിയുടെ ഭർത്താവായ ഭഗ്യപ്പെട്ട പിതാവിനോടും അനുഗ്രഹീതരായ പൂസ്തലന്മാരോടും കലാകാലം സ്ഥാപിച്ച സ്ഥലവിസ്തരോടും ഒത്ത് പങ്കുചേരാൻ അർഹരാക്കിയ പുത്രനായ യേശുക്രിസ്തുവെ ഞാൻ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവപിതാവായ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബുദ്ധരായും ദിവ്യോപദേശസ്വരൂപൽക്കതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും മോചനം ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണം. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായിച്ച് പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. അങ്ങേ പുസ്തകം അളിച്ചത് കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാവങ്ങളല്ല പിന്നെ അങ്ങ് സഭയുടെ വിശ്വാസങ്ങൾ പാർത്തങ്ങ് തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം
സമാധാനം ഐക്യം നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം സ്വീകരിക്കും. നമുക്ക് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപങ്ങൾ നീ ദൈവകുഞ്ഞാട് വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരത്വവും എന്നെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ഇസ്രായേൽ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് വീണ്ടെടുപ്പ് നടത്തി. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങേ ദാനത്താൽ അത്ഭുതകരമായി ഞങ്ങളെ നവീകരിച്ച കർത്താവേ, അങ്ങേ പുത്രൻ്റെ പിറവി തിരുനാളിന് ആരാധനപൂർവ്വം അണഞ്ഞിരിക്കുന്ന ഞങ്ങൾക്ക് അവിടുത്തെ നിത്യമായ സമ്മാനങ്ങൾ സന്തോഷപൂർവ്വം സ്വന്തമാക്കാൻ അനുഗ്രഹം നൽകണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അവിടുന്ന് ഈ പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. സർവ്വശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ദിവ്യകാരുണ്യനാഥേ പരിശുദ്ധ മറിയമേ, പിതാവേ, സെബസ്ത്യാനോസേ, സുഖശ്രേയസിയായി സകല വിശുദ്ധരെ, സകല മാലാഖമാരെ അപേക്ഷിക്കണമേ. താരാട്ടിൻ ഈണമാണമ്മ, സാന്ത്വന സ്പർശമാണമ്മ, ഈശ്വര സൂനുവിന്നമ്മ, ഈ വിശ്വ മാതാവാണമ്മ. താരാട്ടിൻ ഈണമാണമ്മ, സാന്ത്വന സ്പർശമാണമ്മ, ഈശ്വര സൂനുവിന്നമ്മ, ഈ വിശ്വ മാതാവാ